അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 40-ാമത്തെ വർഷത്തിൽ നുബുവത്ത് കിട്ടിയിട്ട് എന്നിട്ട് 13 വർഷം മക്കത്തിൽ തൻ്റെ സ്വന്തം രാജ്യമായ മക്കത്തിൽ ദീൻ പ്രചാരാക്കിയിട്ട് അവിടെ നിരന്തരമായ ശത്രുക്കളെ ഉപദ്രവ സഹിക്കാവത്തപ്പോൾ അള്ളാഹുടെ കൽപ്പന വന്ന് നിങ്ങൾ മദീനത്ത് പോയിട്ട് ദീൻ പ്രചാരാക്കും. തൻ്റെ 53-ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോയിട്ട് അങ്ങനെ മദീനത്തിൽ അൽഹംദുലില്ലാഹ് ഇസ്ലാമുക്ക് വലിയ സ്വീകരണം കിട്ടിയിട്ട് 400 മനുഷ്യന്മാർ കൂട്ടായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുക തുടങ്ങിയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വലിയ സ്വഹാബത്തും റിട്ടേൺ മക്കത്ത് വന്നിട്ട് ഒരു ഉംറ ചെയ്യണമെന്ന് ചൊല്ലിയ ഉദ്ദേശം എനിക്കിത് ഉംറക്ക് മക്കത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ നബിയും സ്വഹാബത്തും മക്കത്ത് പറയുമ്പോൾ ഇടയിൽ വെച്ചിട്ട് മക്കത്തെ മുശ്രിക്കും ഈ വിഷയം അറിഞ്ഞിട്ട് അങ്ങനെ എന്താക്കിയാറ് അട നിന്നാറ്. നിലക്കും ഞങ്ങൾ മക്കത്ത് പ്രവേശിക്കവോ മുസ്ലിമിക്കോ അവകാശം തണ്ടില്ല ചെന്നിട്ട് അങ്ങ് ഭയങ്കര എന്താക്കിയാറ് തടസ്സം ഉണ്ടാക്കിയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കത്തിൽ ആ വിഷയത്തിൽ ചെറിയ പറക്കലായിട്ട് ആ വിഷയത്തിൽ ഒരു സന്താനാക്കുമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മക്കത്ത് കടത്തിയിട്ട് ആ വിഷയത്തിൽ പലക്ക വരും. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു മക്കത്തെ പ്രമുഖ ആൾമാർട്ടെല്ലാം ബൽക്ക പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ മുസ്ലിം യുവനികത്തിൽ അവകാശമാക്കി തരണം. ഞങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഒരു കാബത്തെല്ലാം തവാഫ് കഴിഞ്ഞ് പോകേണ്ട ഞങ്ങളൊന്നും ഇവിടെ നിൽക്കടങ്ങെല്ലാം ചെന്നിട്ടല്ല. ഉസ്മാൻ റളിയല്ലാഹുവിനും മക്കത്തെ മുശ്രിക്കുകളുടെ മുന്നിയപ്പോൾ അങ്ങ് നിലക്കും ബിൽക്കുൽ ഒപ്പുകേട്ടില്ല. 4 രായത്ത് ദ്രോഹാക്കി പോയ മുഹമ്മദും അനുയായികളും സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കലും 4 രായത്ത് പ്രവേശിക്കുക വിടില്ല ചെന്നിട്ട് ഭയങ്കര ഹട്ട പിടിച്ചാറാണ്. ആ കൂട്ടത്തിൽ ചില മക്കത്തെ മുശ്രിക്കുകൾ ചെന്നാരോ ഉസ്മാൻ നിങ്ങളുടെ ഞങ്ങൾക്ക് യാതൊരു അർസവുമില്ല, നിങ്ങൾ നല്ല സ്വഭാവത്തെ ആൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്തെ മുശ്രിക്കുള്ള നല്ല ഉടനാട്ടിൽ പക്ഷേ നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു സൗമ്യ സ്വഭാവത്തെ ആൾ, ആർക്കും ബുദ്ധിമുട്ടാക്കാത്ത ആൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു അവകാശത്തണ്ട നിങ്ങൾ വേണമെങ്കിൽ ഏതായാലും നിങ്ങൾ മക്കത്ത് വന്നിടാറല്ലേ, ഈ മക്കത്തെ തവാഫ് ചെയ്യൂ, ഈ കാബത്തെ തവാഫ് ചെയ്യുള്ള അവകാശം നിങ്ങൾക്ക് ഞങ്ങൾ തണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് തൊന്തരാക്കല്ല, നിങ്ങൾ ആക്കി പോറും, നിങ്ങൾ വന്ന സ്ഥിതിയിൽ നിങ്ങൾ ആക്കി പോറു ചെന്നിട്ട് തവാഫാക്കി പോറു ചെന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ടാക്കിയാൽ ഓഫർ കൊടുത്താറ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്ന പല അത്ഭുതമായിട്ടുണ്ട്. മാ കുന്തു ലഅഫ്അലു ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തോൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും തവാഫ് ചെയ്യുക നിങ്ങൾ അവകാശം കൊടുക്കില്ലേ, അവിടുത്തോളം നിങ്ങളുടെ തവാഫ് നക്ക് ആവശ്യമില്ല, നബി തങ്ങ ചെയ്യാത്ത തവാഫ് നക്ക് ആവശ്യമില്ല ചെന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനെ തിരസ്കാരാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കൊരു തവാഫ് ചെയ്യുന്നത് അത് അള്ളാഹുബിനായിട്ട് ചെയ്യുന്ന ഒരു ഇബാദത്തായിരിക്കും, ഏറ്റവും ഒരു പുണ്യമുള്ള ഇബാദത്തായിരിക്കും. നാളെ പോലത്തെ കണ്ടം കിട്ടിയ ചാൻസിന് തവാഫ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം കിട്ടിത്തല്ലേ. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് അത് ആവശ്യമില്ല. അങ്ങനെ ഫലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത തവാഫും നബി തങ്ങൾ നിങ്ങൾ അവകാശം കൊടുക്കാത്ത തവാഫ് നക്ക് വേണ്ട, നക്കത് ആവശ്യമില്ല ചെന്ന് തിരസ്കാരാക്കി. അപ്പോൾ എത്രത്തോളത്ത് പിർസായിട്ടിരിക്കൂ, എത്ര ഒരു ഗൗരവമായിട്ടിരിക്കൂ, എത്ര ഒരു മഹബത്തായിട്ടിരിക്കൂ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് എന്നേ ചെന്നിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഇതേപോലത്തെ ഒരു സംഭവം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് എല്ലാ സ്വഹാബിയുടെ ചരിത്രം ഇതുപോലെ ആയിട്ടിരിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ബൈഅത്ത് ചെയ്ത് കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യലേ സാധാരണ. അപ്പോൾ ഈ ബൈഅത്ത് ചെയ്യുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലത്തെ കയ്യിൽ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ ബയ്യത്ത് ചെയ്തിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെല്ല് എന്തേ മാ മസസ്തു ദക്കരി ബിയമീനി മുൻദു ബായഅതു ബിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വലത്തെ കൈ പിടിച്ചിട്ട് ബയ്യത്ത് ചെയ്യത്ത ആ ബയ്യത്ത് ചെയ്താൽ പിന്നെ എൻ്റെ കൈ കൊണ്ടു ഞാൻ വേണ്ടാത്തൊന്നും പിടിച്ചിട്ടിക്കല്ലേ, നല്ല ചങ്കസ്ഥാനത്ത് ഞാൻ പിടിച്ചിട്ടിക്കല്ലേ, ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഗലേജ വേണ്ടാത്തത് വെറുക്കപ്പെട്ടതൊന്നും ഞാൻ പിടിച്ചിട്ടിക്കല്ലേ, കാരണം ആ കയ്യിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചേ.
അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട കൈ എൻ്റെ കൈക്ക് ടച്ചായാൽ പിന്നെ എൻ്റെ വലത്തെ കൈക്ക് ടച്ചായാൽ പിന്നെ ആ കയ്യിൽ ನಾನು ഒരിക്കലും ഒരു വേണ്ടാത്ത വസ്തു ഞാൻ പിടിച്ചിട്ടിക്കല്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലി. അത്രത്തോളം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് ബഹുമാനിച്ചിട്ട് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് റഅയ്തു ബാബം ഫിൽ ജന്ന മക്തൂബം ബിസ്മി ഉസ്മാൻ. പിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു ബായിൽ കണ്ട് ആ ബായിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പേര് എഴുതപ്പെട്ടതായിട്ട് ഞാൻ കണ്ടതായിട്ട്. അപ്പോൾ സ്വർഗത്തെ ബായലുകളുടെ കൂട്ടത്തിൽ ഒരു ബായിലെ പേര് ഡോറ് എന്ದರೆ ഉസ്മാൻ ടൈറ്റിൽ. അപ്പം അത്തരം ഒരു വലിയ ഒരു മഹാനായിട്ട് ഇത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവനക്കെല്ലാം ആ സ്ഥാനം കിട്ടിയത് അത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ളതായ ഉടനാട്ടം അത്ര പിരിസപ്പാട് കാരണം കൊണ്ടായിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ ബർക്കത്തുള്ള നാളെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കട്ടെ. നാളെ ശരീഅത്തും ഉമ്മയുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. നാളെ പരിവാരത്തുള്ള എല്ലാവർക്കും അല്ലാഹു നല്ല ആരോഗ്യം ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.